നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കീഴ്വായ്പൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള മീൻമുട്ടിപ്പാറ എന്ന വെള്ളച്ചാട്ടത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ വിശേഷത്തിന്റെ വീഡിയോയാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. മീൻമുട്ടിപ്പാറ എന്ന സ്ഥലം അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഈ കീഴ്വായ്പൂര്, മല്ലപ്പള്ളി, കോഴഞ്ചേരി ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടുള്ള ആളുകൾക്ക് മാത്രമേ ഈ മീൻമുട്ടിപ്പാറ എന്ന ഒരു റയർ പ്ലേസിനെ പറ്റി അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം ആളുകൾക്കിടയിലുള്ളൊരു ഒരു ഫെമിലിയാരിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പറയാം. മഴക്കാല സീസണിലാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ കാണുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ആ ശക്തമായിട്ട് വരുന്ന ആ വെള്ളം ഇവിടെ പതിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ഒരു തണുപ്പ് ഒരു വേറെ ഫീൽ തന്നെയാണ്. ഇവിടെ വന്ന് ഒരു അല്പനേരം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സുഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് സ്ഥലങ്ങളിലെ വെള്ളച്ചാട്ടത്തിനെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്ര ഡേഞ്ചർ പ്ലേസ് ഒന്നുമല്ല. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ പാറയിടുക്കിന്റെ മണ്ടക്കൂടൊക്കെ നടന്നു പോകുമ്പോൾ തെന്നാതെ സൂക്ഷിക്കണം. ചിലപ്പോൾ തെന്നി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഴുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത്രയൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നത് കാണാനും ആസ്വദിക്കാനും പറ്റിയ ഒരു നല്ല സ്പോട്ടാണ്. വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒരു ക്ലോസപ്പ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മഴക്കാല സമയത്തേ ഉള്ളൂ ഇങ്ങനെ വെള്ളം കാണാൻ പറ്റുന്നത്. അല്ലാത്ത ഒരു പകുതി മാസവും ഇവിടെ ഡ്രൈ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ നല്ല മഴക്കാല സീസണിൽ അടിപൊളിയാണ് കാണാൻ. ഈ ഒഴുകി വരുന്ന വെള്ളത്തിൽ നമ്മളൊന്ന് തൊട്ട് നോക്കണം. നല്ല ഫ്രിഡ്ജിനകത്തെ വെള്ളം എങ്ങനെയാണ്, അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ ഉള്ളത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ എടുക്കാനുള്ള എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. മീൻമുട്ടിപ്പാറ എന്ന സ്ഥലത്ത് വന്നിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ മീൻമുട്ടിപ്പാറ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ബേസിലാണ് നമ്മൾ നിന്നത്. ഇനി നമുക്കൊന്ന് മേളോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മേളോട്ട് പോയാലോ? ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ഇച്ചിരി നടന്നു വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. ഇതൊരു വഴിയാണ്. ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു വഴി കൂടെ നേരെ പോകുമ്പോഴാണ് മുകളിലൊരു പാറവട കാണാൻ സാധിക്കും. അത് പൂട്ടിയിട്ടിരിക്കുകയാണ്, പൊട്ടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ കയറി വേണം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ. താഴെ നിച്ച് ദൂരോട്ട് നടക്കാൻ ക്ഷീണിച്ചു. എങ്കിലും എൻ്റെ യൂട്യൂബേഴ്സ് ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടി ആ ക്ഷീണം വക വയ്ക്കാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുക്കാറായി. വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒഴുകി താഴെ വന്ന് പതിച്ച് നമ്മൾ ആ ഒരു താഴത്തെ ആ ഒരു ബേസിലാണ് നമ്മളോട് പോയി നിന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമുക്ക് എവിടുന്നോ ലഭിക്കും. നമ്മുടെ മൈൻഡ് വിഷമ അവസ്ഥയിൽ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഇവിടെ കൊണ്ടിരിക്കണം. ആ പ്രകൃതി നമ്മളെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും. ഒരു 2-3 ദിവസം മഴ കുറഞ്ഞു നിന്ന സമയത്താണ് ഞാനിവിടെ എത്തിയത്. നല്ല മഴ സമയത്താണെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര ഒരു വൈബായിരിക്കും കാണാൻ. ഇവിടുന്ന് വരുന്ന ആ വെള്ളം എത്രത്തോളം ശുദ്ധിയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കണ്ടോ? നമ്മുടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ കൂടി നോക്കി എങ്ങനെയാണോ അതുപോലെയാണ് ഇതിൻ്റെ താഴ്ഭാഗം കാണാൻ പറ്റുന്നത്. മാലിന്യങ്ങളില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ്. ഇവിടുത്തെ നാട്ടുകാർക്കും ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ മീൻമുട്ടിപ്പാറയുടെ വിശേഷങ്ങളുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു സ്ഥലത്ത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.